എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഫിഷ് വെച്ചിട്ട് ഞാനൊരു ഫിഷ് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. അത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കടുക്, വെളിച്ചെണ്ണ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പുളി എന്ന് പറയുന്നത് വാളംപുളിയാണ് കേട്ടോ. അത് ഞാൻ കുറച്ചെടുത്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നത്. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിങ്ങനെ ഒന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. അത് ഒന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയേ. നന്നായി ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. പൊട്ടട്ടെ, നന്നായി ഒന്ന് പൊട്ടട്ടെ. നന്നായി പൊട്ടി കഴിയുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരട്ടെ. സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചട്ടിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു. അപ്പം അത് കാരണം സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. മൊരിച്ചെടുക്കണം നമുക്ക്. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ തെളിയണ വരെ നന്നായി ഒന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് എണ്ണ തെളിയണ വരെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഓരോരോ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. ആദ്യം തലം പോരട്ടെ, പിന്നെ നമുക്ക് വാലിട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഇടാട്ടഞ്ഞി. നന്നായിട്ട് ഇനി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം വേണം സിമ്മിൽ വെക്കാനായിട്ടേ. അപ്പോൾ അതേ ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് വേണ്ട നല്ല കുറുതായി വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുറുതാക്കാം. പക്ഷെ ഇത് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് നാളത്തേക്കാണ് കേട്ടോ. ഇന്നത്തേക്കല്ല, നാളത്തേക്കാണ് തയ്യാറാക്കി വെക്കണേ. അപ്പോൾ രാത്രി ഒന്നും കൂടി തിളപ്പിക്കുമ്പോൾ ഒന്നും കൂടി കുറുതായി വരും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുമ്പ് ഇത് കണ്ട ഒരു നുള്ള് ഉലുവേര പൊടി അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് വിതറാം കേട്ടോ. ഒരു നുള്ളു മതി. കൂടിപ്പോയി ഒരു കയ്പ്പ് ഫീൽ ഉണ്ടാവും. അത് കാരണമാണ്. ഇത് അത്യാവശ്യത്തിന് എരിവും ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട്. നാളെ ഇത് നമുക്കിത് ചോറിൻ്റെ കൂടെയാ, ചപ്പാത്തിയാ, പൊറോട്ടയാ, പുട്ട, ഇഡ്ഡലിയാ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം.